ഇത്തവണ എന്തായാലും ഞാൻ ജയിക്കും. മെമ്പറേ എന്ന് എല്ലാവരും വിളിക്കും. വോട്ട് കിട്ടണമെങ്കിലേ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങണം. ഓൾഡ് സ്കൂൾ പുവർ ഫെലോ. വോട്ട് കിട്ടാനേ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുന്നുണ്ട് എന്ന് കാണിച്ചാൽ മതി. ഓരോ കഞ്ഞിക്കുഴികളെ നാടിന്റെ സ്പന്ദനം തന്നെ കവലകളിലും ചായക്കടകളിലുമാണ്. തേങ്ങയാണ്. നാടിന്റെ സ്പന്ദനം കവലകളിലും ചായക്കടകളിലും ഒന്നുമല്ല. ഇപ്പോൾ നാടിന്റെ സ്പന്ദനം ഇൻസ്റ്റഗ്രാമിലും റീൽസിലുമാണ്. കുറച്ചൊക്കെ അപ്ഡേറ്റ് ആകാൻ ശ്രമിക്കും സുഹൃത്തെ. ഇയാളുടെ ചിഹ്നം എന്താ? ചായക്കപ്പ്. സംഗതി കുറച്ച് ക്രിഞ്ചാണ്, എന്നാലും ചായക്കപ്പ് പിടിച്ചൊരു വെറൈറ്റി സാധനം നോക്കിയാലോ? റീലുകളെ പല വിധത്തിൽ പലതരത്തിൽ പല മൂഡുകളിലുണ്ട്. അത് മനസ്സിലാക്കി ചെയ്യണം. ഒരു കൾട്ട് സാധനം കാണിച്ചു തരാം. ഇതുപോലെ പറഞ്ഞ എൻ്റെ കയ്യിലുണ്ട്. അത് കണ്ടാലേ നിങ്ങൾ ഞെട്ടും. നാട് ജയിക്കട്ടെ, നമ്മിലൊരുവൻ നമ്മെ നയിക്കട്ടെ, പുതുനാള് പിറക്കട്ടെ, നവസൂര്യനുദയം കൊള്ളട്ടെ, ഭരണം തുടരട്ടെ, ചില നന്മകൾ പാടിൽ പടരട്ടെ. നാട് ജയിക്കട്ടെ, നമ്മിലൊരുവൻ നമ്മെ നയിക്കട്ടെ. ഇപ്പോഴത്തെ പിള്ളേരുടെ പൾസ് പിടിക്കണം. കുറേ ഫാസ്റ്റ് കട്ടുകൾ വേണം. പിന്നെ ജംപ് കട്ട് അത് നിർബന്ധമോ? കാവലായി ചേകവരുണ്ടോ, ആ മൂഡ് പിടിക്കണം. മാസാണ് മോനെ മെയിൻ. കാവലായി ചേകവരുണ്ടോ, ആശയായി നാളമൊന്നുണ്ടോ, കാടും ഈ കരയും കാക്കും വീരനേതോ. ഇതൊക്കെ സ്ഥിരം പരിപാടിയാണ്. കുറച്ചുകൂടി വെറൈറ്റി സാധനം പിടിച്ചാലോ? നേരിന്റെ നിറമുള്ള സാരഥി, കരുണ വറ്റാത്ത കൽബുള്ള സ്നേഹിത, നമ്മൾ ആശിച്ച നമ്മുടെ സാരഥി. നമ്മൾ നെയ്തുള്ള വികസനം കാണണേ, വാർഡ് 12 ആവേശം നിറയണേ. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കേട്ടോ. ചായക്കടയിൽ പോയി നമ്പർ ഇറക്കുന്നതാണ് സേഫ്. തനിക്ക് ജെൻസിയുടെ വോട്ട് വേണോ? അത് വേണം. അപ്പൊ കുറച്ച് പൂക്കിയാവേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.